ഇത് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളെയാണ്. ക്രിസ്ത്യൻ മിഷണറീസ് എന്ന് നമുക്ക് പറയാം. അവർ ഒരുപാട് ഫോറിൻ കോൺട്രിബ്യൂഷൻ അവർക്ക് കിട്ടാറുണ്ട്. അവർക്ക് കിട്ടുന്നവരൊന്നും മുസ്ലിം സംഘടനകൾക്കൊന്നും കിട്ടാറില്ല. മുസ്ലിങ്ങൾക്ക് ഇതിന് എതിർപ്പൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം മുസ്ലിം സംഘടനകൾക്കൊന്നും ഇപ്പോൾ വരുമാനം വരത്തില്ല വെളിയിൽ നിന്ന്. അതിനൊക്കെ ഒരുപാട് തടസ്സങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും വരാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ അമെൻമെൻ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കാൽക്കുലേറ്റഡ് അറ്റംപ്റ്റാണ്. RSSൻ്റെ ഒരു അജണ്ട നടപ്പാക്കുന്നതിലേക്കുള്ളതാണ്. ക്രിസ്ത്യാനികളുടെ സ്വത്തുക്കൾ പിടിച്ചു പറിക്കുക. അതായത് ക്രിസ്ത്യാനികൾ അവർക്ക് ഫോറിൻ കോൺട്രിബ്യൂഷൻ വഴി അവർ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരുപാട് എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആശുപത്രികൾ, ഇതാണ് മെയിനായിട്ട് ഉള്ളത്. അവർ ആ കോൺട്രിബ്യൂഷൻ വഴി ചെയ്തേക്കുന്ന അതാണ്. അല്ലാതെ വേറെ അവർ സ്വന്തമായിട്ട് അതിൽ നിന്ന് അവർക്ക് ലാഭവും വരുമാനവും ഒക്കെ കാണും. പക്ഷേ ഇത് സമൂഹത്തിന് ഒരുപാട് ഉപകാരം ഇതുകൊണ്ടുണ്ടായിട്ടുണ്ട്. അതില്ലെന്നൊന്നും പറയാൻ ഒക്കത്തില്ല. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും പിടിച്ചു വരച്ച് നശിപ്പിക്കണം എന്നുള്ളതിനാണ് ഒരു പുതിയ അതോറിറ്റിയെ കൊണ്ടുവരുന്ന അതിനേക്ക് വേണ്ടി ഈ അമെൻമെൻറ്റ് ബില്ലിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അത് അവർക്ക് ഒരുപാട് നാശം ചെയ്യും, ഒരുപാട് ദോഷം ചെയ്യും.